ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാനിതാ ചായക്ക് റെഡിയാക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിനിടയിൽ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ ഇറങ്ങിക്കയറണം കേട്ടോ. കുട്ടികൾ ഉറങ്ങുകയാണ്. അപ്പോൾ മദ്രസുണ്ട് ഓലെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൈമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമൊക്കെ പോയി വിളിച്ചതിന് ശേഷം ഞാനിതാ വന്നിട്ട് അരിയൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് അരിയൊക്കെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കെറ്റിലിൽ ചായക്ക് വെള്ളം വെച്ചിട്ടാണ് മക്കളെ വിളിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അതിന് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി ചായ പൊടിയിട്ട് പഞ്ചസാര ഇട്ടതാ ചായ കൂട്ടി മാറ്റി വെക്കുകയാണ്. അപ്പോൾ മദ്രസയുള്ള ദിവസം എത്ര നേരത്തെ എണീറ്റാലും മക്കൾ പോകുന്ന ആ ഒരു ടൈമിൽ ഭയങ്കര തിരക്കാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അരി അരക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് മിക്സിൻ്റെ ജാറിന് ചെറിയൊരു കംപ്ലയിൻറ്റ്. അപ്പോൾ പിന്നെ ഞാൻ ചെറിയ ജാർക്ക് ഇട്ടിട്ട് 2-3 പ്രാവശ്യമാക്കിയിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ജാറ് നല്ല മൂർച്ചാണ്, പക്ഷേ 3-4 പ്രാവശ്യം ഇട്ട് അരച്ചെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മറന്നുകൊണ്ട് മിക്സിൻ്റെ ജാർക്ക് ഇട്ടതേനി. പിന്നെ തലേ ദിവസത്തെ കറി ഉണ്ട്, വെള്ളക്കടല വെച്ചിട്ട് ഞാനൊരു സ്റ്റ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടേനി. അത് ബാക്കിയുള്ളതാണ് കേട്ടോ ഇന്നത്തെ ദോശയ്ക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ കറിയൊക്കെ ചൂടാക്കി കഴിഞ്ഞ് പിന്നെ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാവൊക്കെ അരച്ച് ലൂസാക്കി ഉപ്പൊക്കെ പാകത്തിനിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി കുട്ടികൾക്ക് മദ്രസക്ക് പോകാനായിട്ടുണ്ട്. ഇനി മഴയൊക്കെ പെയ്തു. അപ്പോൾ ഞാൻ കേക്കും ചായയൊക്കെ കൊടുത്തിട്ടാണ് ഇന്ന് പറഞ്ഞയച്ചത്. കുറേ ആയിട്ട് അങ്ങനെയൊന്നും കൊടുക്കലില്ല, നമ്മൾ കടി തന്നെയാണ് ഉണ്ടാക്കൽ. പിന്നെ കുട്ടി ഉണർന്ന് ഓനെയൊക്കെ മുഖമൊക്കെ കഴുകി എല്ലാം കഴിപ്പിച്ചതാ കൊണ്ടുവന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ദോശയൊക്കെ ചുട്ട് തുടങ്ങട്ടെ. ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓയിലാണ് കേട്ടോ ദോശ ചുടുന്നത്. അപ്പോൾ ഓയിലൊക്കെ ഞാനൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചട്ടിയിൽ ഇതാ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ദോശയ്ക്ക് തേങ്ങ ചിരകണം. അപ്പോൾ തേങ്ങ ഇതാ ചിരകി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഇടാത്ത ദോശ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. തേങ്ങ ഇട്ടതാകുമ്പോൾ നമുക്ക് ഒഴിക്കാനും ബുദ്ധിമുട്ടാണ്, കുട്ടികൾക്കും പറ്റൂല കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ഇങ്ങനെ ചുടണം ഉണ്ടാക്കണം. അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ പരന്നത് കഴുകിയെടുക്കുകയാണ്. ഫുള്ള് പണിയും കഴിഞ്ഞിട്ട് പാത്രം കഴുകുക വിചാരിച്ചാൽ ആകെ കുന്നുകൂടും. പിന്നെ ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് ആ ഗ്ലാസ്സും കൂടെ ഒന്ന് കഴുകിയെടുത്ത് അപ്പോൾ പിന്നെ ദോശ ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതാ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. മക്കൾ രണ്ടാളും മദ്രസക്കും പോയതാണ് കേട്ടോ. ഇനി ഓർക്ക് സ്കൂൾക്ക് നിന്ന് പോകുമ്പം ദോശ തന്നെയാണ് ചായക്ക് കടി കൊടുക്കാൻ. പിന്നെ അവർക്ക് സ്കൂൾക്കൊക്കെ ഫുഡ് അവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ. രാവിലത്തെ കാര്യം ഫുഡൊക്കെ കൊണ്ടുപോകണ കുട്ടികളൊക്കെ ആകുമ്പം ഒരുപാട് ഇടങ്ങേറാവും. പിന്നെ ഞാനതൊക്കെ കഴിഞ്ഞിട്ട് ആ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകിയിരിക്കുകയാണ്. പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം സിറ്റ് ഔട്ടിലൊക്കെ പോയിരുന്ന് അപ്പോൾ അതാ കരിമ്പൊക്കെ തിന്നിട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ചൊരു നന്നാക്കലൊക്കെ കുറച്ച് ടൈം ഒന്ന് ഫ്രീ ആയിരിക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇന്ന് മദ്രസിൽ മൊല്ലിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മദ്രസ് നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ വന്ന് അവർക്ക് ഇതാ ചായ കൊടുക്കുകയാണ്. പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് പിന്നെ സാവധാനം പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ദോശ അതുപോലെ മടക്കി വെച്ച് കൊടുത്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫോണാക്കി മടക്കി വെച്ച് ചായയും ഒക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമുക്ക് ഇതാന്നിപ്പോൾ ഒരു കറിക്ക് ഇറച്ചി കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.